ശബരിമലയെ ശുദ്ധീകരിക്കാനായി ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. സന്നിധാനത്ത് സേവനത്തിലുള്ള എല്ലാവരും ഇതിൽ പങ്കാളികളാകാറുണ്ട്. എന്നാൽ ആദ്യമായാണ് ശുദ്ധീകരണത്തിന് മാത്രമായി സേനയുടെ പ്രത്യേക സംഘം സന്നിധാനത്തെത്തുന്നത്. ഇന്നലെ ആരംഭിച്ച ദ്രുതകർമ്മ സേനയുടെ പ്രത്യേക പദ്ധതി സീസൺ മുഴുവൻ ഉണ്ടാകും. പുണ്യം പൂങ്കാവനത്തിനായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് RFന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരത്തേക്ക് 100-150 പേരടങ്ങിയ ഒരു സംഘം ഇവിടെ എത്തിച്ചേരും. പുണ്യം പൂങ്കാവനത്തിൻ്റെ സംഘാടകരുമായിട്ട് ചേർന്നുകൊണ്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ശുചീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിൽ 5 മണിക്കൂറോളം ഈ പ്രോഗ്രാം നടപ്പാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടെയാണ് സംഘം സേവനത്തിനായി എത്തിയത്. ഉച്ചയോടെ ശുദ്ധീകരണം അവസാനിപ്പിച്ച് കോയമ്പത്തൂരിലേക്ക് മടങ്ങി. ശബരിമലയുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും ദ്രുതകർമ്മസേന പ്രവർത്തനത്തിലുണ്ട്. കോയമ്പത്തൂർ 105 ബറ്റാലിയനിലെ 150 പേരടങ്ങുന്ന സംഘമാണ് സേവനത്തിലുള്ളത്. ഇതിനു പുറമെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സംഘം കൂടി എത്തുന്നത്. മീഡിയ 1 സന്നിധാനം.